SSLC പൊതുപരീക്ഷ മാർച്ച് 4-ന് ആരംഭിക്കും. തൊഴിലാളി കർഷക സംഘടനകളുടെ ദേശീയ പ്രതിഷേധം ഗ്രാമങ്ങളിൽ ആയിരങ്ങൾ അണിനിരന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. SSLC പൊതുപരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെ നടക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കും. SSLC മോഡൽ പരീക്ഷകൾ ഈ മാസം 19-ന് ആരംഭിച്ച് 23-ന് അവസാനിക്കും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പൊതുപരീക്ഷയും മാർച്ച് 1-ന് ആരംഭിച്ച് 27-ന് അവസാനിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ ജില്ലയിൽ 38, കോട്ടയം ജില്ലയിൽ 37, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL-ലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിൽ ഇടപെടാൻ കാരണമില്ലെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന ഹർജി തള്ളവെ ചൂണ്ടിക്കാട്ടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നതിനാൽ SFIO അന്വേഷണം തടയണമെന്നായിരുന്നു വീണ ഹർജിയിൽ വാദിച്ചിരുന്നത്. ഒരാഴ്ചക്കിടെ കാട്ടാനയാക്രമണത്തിൽ വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ നാളെ LDF, UDF, BJP ഹർത്താൽ. പുൽപ്പള്ളിക്ക് സമീപം പാക്കത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കുർവ ദ്വീപിലെ സുരക്ഷാ ജീവനക്കാരൻ പോളാണ് മരിച്ചത്. പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിലെ പാക്കത്ത് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കേരള പോലീസ്. വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്നും കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക. അവശ്യ സന്ദർഭങ്ങളിൽ 112 എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അപൂർവ രോഗ ചികിത്സാ രംഗത്തെ കേരളത്തിന്റെ നിർണായക ചുവടുവയ്പായി കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് അഥവാ കെയർ പദ്ധതി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും നിലവിൽ ലഭ്യമായ ചികിത്സ ലഭ്യമാക്കാനും ഒരു സമഗ്ര പരിചരണ പദ്ധതിയാകും ഇത്. പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളം നടത്തുന്നത്. ഇതും അത്തരത്തിലൊന്നാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു. ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു നൽകിയത്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ വാർത്താ സമ്മേളനം നടത്തി. മിനിറ്റുകൾക്കകമാണ് ITATയുടെ നടപടി. ബാങ്ക് അക്കൗണ്ട് പുനഃസ്ഥാപിച്ചെങ്കിലും 115 കോടി രൂപ മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് മാക്കൻ ആരോപിച്ചു. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വ്യവസായ സെക്ടറിൽ പണിമുടക്കും ഗ്രാമീണ ഭാരത് ബന്ധും വൻ ബഹുജന മുന്നേറ്റമായി. വ്യവസായശാലകളും മേഖലകളും കേന്ദ്രീകരിച്ച് പ്രകടനങ്ങൾ, ഗ്രാമീണ ബന്ദ് എന്നിവയിൽ ആയിരങ്ങൾ അണിനിരന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും പൊതുമേഖലാ വിൽപ്പനയ്ക്കുമെതിരെ രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയുടെ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉണ്ടായത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ CPI ജനറൽ സെക്രട്ടറി D രാജ, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ K നാരായണ, അസീസ് പാഷ തുടങ്ങിയവർ സംസാരിച്ചു. മസാല ബോണ്ട് കേസിൽ ED സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കും കിഫ്ബി CEO-യും നൽകിയ ഹർജിയിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഹൈക്കോടതി. ഒറ്റത്തവണ സമൻസിന് മറുപടി നൽകിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ചു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൂടെയെന്നും ഹൈക്കോടതി ആരാഞ്ഞു. കോടതിയുടെ നിർദ്ദേശത്തിൽ കക്ഷികളുമായി കൂടിയാലോചിച്ച് തിങ്കളാഴ്ച മറുപടി നൽകാമെന്ന് അഭിഭാഷകർ അറിയിച്ചു. കോടതിയുടെ നിർദ്ദേശത്തിൽ കക്ഷികൾക്ക് തൃപ്തിയില്ലെങ്കിൽ മെറിറ്റിൽ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രാഷ്ട്രീയ എതിരാളിയുമായ അലക്സി നവൽനി മരിച്ചു. 19 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയവെയാണ് നവൽനിയുടെ മരണം. സാമ്പത്തിക ക്രമക്കേട്, പരോൾ ലംഘനം, കോടതിയലക്ഷ്യം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നവൽനിയെ ജയിലിലടച്ചത്. പ്രഭാത നടത്തത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെടുകയും മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. മരണകാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.